സോറി ഡി, നാളെ എനിക്ക് വരാൻ പറ്റില്ല. SPCയുടെ ഭാഗമായി സ്കൂൾ വരെ ഒന്ന് പോകണം. എനിക്കാ ചാർജ്. അയ്യോ, ഇപ്പം നമ്മുടെ പ്ലാനോ? നിന്റെ വാക്ക് കേട്ട് ഞാൻ നാളെ ലീവ് വരെ എടുത്തു. നിനക്കറിയാലോ ഒരു തുടക്കക്കാരൻ എസ്ഐയുടെ പരിമിതികളൊക്കെ. ഓക്കെ, സാരമില്ല, നമുക്ക് നെക്സ്റ്റ് വീക്ക് പോവാം. എടാ പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സർ. ഓക്കെ സർ. എടോ, എനിക്ക് അത്യാവശ്യമായിട്ട് CO ഓഫീസ് വരെ ഒന്ന് പോകണം. ഞാൻ വിളിക്കാം. എടാ, ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, നീ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കുക. ആ, ഞാനൊന്ന് എറണാകുളം വരെ പോവാം. സാറാ പോവാം. ആ ശരി, നീ വണ്ടി ഇറക്കിയോ, ഞാൻ അതേ വരുന്നു. ആ എടാ, ഞാൻ വിളിക്കാം. സാറല്ലേ അകത്ത്? ഉണ്ട്, ഇപ്പോൾ വരും. ബാ, ഇറങ്ങ. വാ. നമസ്കാരം സാർ. ആ സാറേ. ആ നമസ്കാരം സാറേ, ഇതാ ഞാൻ പറഞ്ഞ മറ്റേ പയ്യൻ. നമസ്കാരം സാർ. പറഞ്ഞ പൈസ റെഡി ആയിട്ടുണ്ടോ? സാർ, ക്യാഷിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പൈസയുടെ കാര്യത്തിലൊരു വിട്ടുവീഴ്ചയില്ല സാറേ. എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ ഒരല്പം തിരക്കിലാണ്, എറണാകുളം വരെ ഒന്ന് പോകണം. പ്രശ്നം നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ. സാർ, മോർണിംഗ് സാർ. സാർ, 4 കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 15 അബ്കാരി ആക്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാർ, 14 ജയിൽ പെറ്റി ഉണ്ട്. അതേപോലെ 8 വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സാർ, ആ 2 കേസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷനാണ്. ഓക്കെ സാർ. ഓക്കെ സാർ, FIR അടിക്കണ്ടേ? FIR എല്ലാം ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ സാർ. സാറേ, നമസ്കാരം. വാ പ്രസിഡൻ്റെ, എന്താണ് കാര്യം? സാറേ, നമ്മുടെ ആ പാർട്ടിയുടെ ഒരു പ്രതിഷേധയാത്രയുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ പ്രസിഡൻ്റെ? വെറുതെ ഈ പാവകളെ തല്ലുകൊള്ളിക്കാൻ. അല്ല സാറേ, അടുത്ത ആഴ്ച നമ്മുടെ ഇലക്ഷൻ വരിക. നമ്മുടെ പാർട്ടി മൊത്തത്തിൽ പാടന്ന് അതിന് കിടക്കുക. അപ്പോൾ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ സിയോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സാറാണ് പറഞ്ഞത് സാറിനോട് സംസാരിക്കാൻ. സാറാണല്ലോ SHO. അപ്പോൾ സാറൊന്ന് കണ്ണടച്ചാൽ നമുക്കൊരു സഹായമാവും. CA സാറ് വിളിച്ചായിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ. ഓ സാർ, വലിയ ഉപകാരം. താങ്ക് യു. സാറേ, സാറേ. സാറേ,
ഈ ഫോണിന്റെ കോൾ ലിസ്റ്റ് മൊത്തം എടുത്തേക്കണം. സോറി സാർ, ഞാനൊരു അല്പം താമസിച്ചു. എന്തായി ഡോക്ടർ കാര്യങ്ങൾ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. നമ്മൾ സംശയിച്ച പോലെ തന്നെ കൊലപാതകമാണ്. തലയുടെ പിൻഭാഗത്ത് ഇരുമ്പ് കൊണ്ടുള്ള എന്തോ ഉപകരണം കൊണ്ടുള്ള ശക്തമായ അടിയാണ് മരണകാരണം. ശരീരത്തിൽ മറ്റെങ്ങും മുറിവുകളില്ല താനും. ഡോക്ടർ, ഏകദേശം എത്ര മണിയോടെ ആയിരിക്കും മരണം സംഭവിച്ചിട്ടുണ്ടാവുക? രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയിലാവാനാണ് സാധ്യത. ഡോക്ടർ, റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, നമുക്ക് സ്പീഡാക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ശരി സാർ. നമസ്കാരം സാറേ. എടാ, നിന്നെ ഞങ്ങൾ വിളിപ്പിച്ചേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആ. ഈ ബോഡി ആദ്യം കണ്ട നീയല്ലേ? അതെ സാറേ, രാവിലെ തൃശ്ശൂർ പോകണം, നേരത്തെ വരണമെന്ന് സാറ് പറഞ്ഞായിരുന്നു. അതാ ഞാൻ നേരത്തെ വന്നത്. ഈ മെൽവിൻ ആളെങ്ങനെയാ? സാറേ, മെൽവിൻ സാർ ആളൊരു പാവമായിരുന്നു. എന്നെ വലിയ കാര്യമായിരുന്നു സാറിന്. പുള്ളിക്ക് വേറെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സാറേ, അങ്ങനെ ശത്രുക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരോടും വഴക്കിന് പോകുന്നൊരു പ്രകൃതമല്ലായിരുന്നു സാറിൻ്റേത്. ഓക്കെടാ, ഇപ്പൊ പോകോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിപ്പിച്ചോളാം. സാറേ, എവിടെയെങ്കിലും പോകാറിയാണോടാ? അല്ല സാർ, പോയിട്ട് വന്നയാ. ഞങ്ങൾ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. വരൂ സാർ, അകത്തോട്ടിരിക്കാം. വേണ്ട, ഇവിടെ മതി. എടാ, ഈ മരിച്ച മെൽവിൻ്റെ ഫോൺ ഇട്ടെ. അവസാനം വിളിച്ചത് നിൻ്റെ ഫോണെന്നാണല്ലോ. സാർ, അന്ന് ഞാനൊരു വിസയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയെ വിളിച്ചതായിരുന്നു. എന്നിട്ട് പുള്ളി എന്നാ പറഞ്ഞു? പുള്ളി പറഞ്ഞത് പുള്ളി എവിടെ പോയിട്ട് കുറച്ച് ടയേർഡാണ്, നാളെ കാലത്ത് വിളിച്ചാൽ മതി. അന്നേ ദിവസം നീ എവിടെ പോയതായിരുന്നു? ഞാനന്ന് ഒരു സിനിമക്ക് പോയ സാറേ. ഏത് പടത്തിന്? ടർബോ. എവിടെ? നമ്മുടെ ഗാനം തിയേറ്ററിൽ. നീ സിനിമ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നോ അതോ വേറെ എങ്ങോട്ടേലും പോയായിരുന്നോ? വേറെ എവിടെയും പോയില്ല സാർ, ഇങ്ങോട്ട് തന്നെ പോന്നു. ഉറപ്പല്ലേ? ആ. ഈ പറയുന്ന മാറ്റമൊന്നും ഇല്ലല്ലോ. എന്തേലും ഉണ്ടായാലും ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചോളാം. ആ സാർ. കേട്ടോ? പോട്ടെ. ആ. സാറേ, ഞാൻ വിളിക്കാം. ആ ശരി സാർ. ഓക്കെ സാർ. പ്രസിഡന്റ് വല്ല തിരക്കിലുമായിരുന്നോ? കുറച്ച് കുഴപ്പമില്ല സാർ. പിന്നെ എന്താ സാറേ വന്നേ? പ്രസിഡന്റ്, ഞങ്ങൾ വന്നത് മെൽവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. മെൽവിൻ മരിച്ചതിന്റെ തലേ ദിവസം പ്രസിഡന്റ് അവിടെ പോയിട്ടുണ്ടായിരുന്നല്ലേ? തലേന്ന് ഞാൻ പോയി സാറേ. നമ്മുടെ ഒരു പാർട്ടി അനുഭാവി ജിബി എന്ന് പറഞ്ഞിട്ട് പയ്യനുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു വിസയുടെ കാര്യം ഞാൻ മെൽവിൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ശരിയായോ? 3 ലക്ഷം രൂപയായിരുന്നു പാസ്പോർട്ടിനും മറ്റ് വിസയ്ക്കൊക്കെ ചോദിച്ചിരുന്നത്. പകുതി പൈസ മാത്രമേ അവനെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്തൊരു സവകാശം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെൽവിൻ സാറിൻ്റെ വീട്ടിൽ ഈ പോയത്. മെൽവിൻ്റെ ഫാമിലി ഒക്കെയോ? ഫാമിലി സാറേ, എനിക്കങ്ങനെ വലിയ പരിചയമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു 2-3 വർഷം മുമ്പ് ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതായി കേട്ടിട്ടുണ്ട്. പിന്നെ ബ്രദർ ഒരാൾ എറണാകുളത്തുണ്ടെന്നറിയാം. അല്ലാതെ എനിക്ക് വലിയ പരിചയമില്ല സാറേ. പിന്നെ പുള്ളി നാട്ടിൽ വരുന്ന സമയത്ത് പിരിവിനോ അങ്ങനെ എന്തെങ്കിലും പോവും, അല്ലാതെ കണ്ട് എനിക്ക് വലിയ അടുപ്പില്ല സാറേ. അപ്പോൾ ഈ സംഭവം നടന്നതിൻ്റെ അന്ന് ഇയാൾ എവിടെയായിരുന്നു? ഞാൻ സാറേ ട്രിവാൻഡ്രത്തായിരുന്നു. നമ്മുടെ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ മിനിസ്റ്ററുടെ ഗസ്റ്റ് ഹൗസിലായിരുന്നു. രാവിലെയാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പോരും സാറേ. പിന്നെ ഇവിടം വരെ സാർ അന്വേഷണമൊക്കെ നടക്കുന്നു. അപ്പോൾ ശരി പ്രസിഡന്റ്, കാണാം. ശരി സാറേ. ഓക്കെ.
ജിബിൻ, എന്താ സാർ എന്ത് പറ്റി? വാ ജിബിനെ, ചോദിക്കട്ടെ. ഒന്നുമില്ലടാ, നിന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്ന. ആ വാ, ഇത് ഇട്ടേച്ചു വാടാ. നടക്കടാ. ഇരിക്കടാ. ജിബിനെ, വളച്ചു കേട്ടാത്ത കാര്യം പറയാം. അന്ന് നീ ഞങ്ങളോട് പറഞ്ഞ പൊടി ചെറിയൊരു പ്രശ്നമുണ്ടല്ലോടാ. മെൽവിൻ മരിച്ച ദിവസം നീ സിനിമയ്ക്ക് പോയെന്നല്ലേ പറഞ്ഞേ? എന്താ സാറേ? പക്ഷെ എങ്ങനെയാടാ, ടവർ ലൊക്കേഷൻ പ്രകാരം നീ അവിടെ തന്നെ ഉണ്ടല്ലോ. അത് മാത്രമല്ല, നീ അവിടെ നിന്ന് മോട്ടിച്ച സ്വർണവും കൊല്ല ഉപയോഗിച്ച് ചുറ്റിയും രണ്ടും ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയത്. ഇത്രയൊക്കെ പോരെ? സാറേ ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. പറയടാ. പറയടാ പറയടാ സാറേ! ആ! അയ്യോ! ചവിട്ടില്ല സാർ. ചവിട്ടെടുത്ത് ഉപദ്രവിക്കരുത്. എനിക്ക് അതിനെ പറ്റിപ്പോയി സാറേ. ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് പൈസയുടെ ആവശ്യം വന്നു മോഷ്ടിക്കാൻ കയറിയ സാറേ. അപ്പോഴത്തെ എന്തോ ഒരു ശബ്ദം കേട്ട് അങ്ങനെ ഉണർന്നപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സാറേ. ആ സമയത്ത് സംഭവിച്ചു പോയതാ. സാറേ, അവൻ കുറ്റം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ സാർ, എടുത്ത് വണ്ടിയിലിറോ. ആ വിനോദേ, സാർ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ സാർ, നമ്മൾ ജിബിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സ്വർണ്ണം മുഴുവൻ മുക്കോണ്ടോ? താൻ ശരിക്കും ചെക്ക് ചെയ്തോ? യെസ് സാർ, ഞാൻ ചെക്ക് ചെയ്തായിരുന്നു സാർ. മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകം എന്നാണ് അവൻ നമ്മളോട് പറഞ്ഞത്. പക്ഷേ മെൽവിൻ്റെ വീട് ഞാൻ ഒന്നുകൂടെ സെർച്ച് ചെയ്തായിരുന്നു. അവിടെ യഥാർത്ഥ സ്വർണ്ണം ഇരിപ്പുണ്ട്. അവൻ നമ്മളോട് പറഞ്ഞ കഥ മുഴുവൻ കള്ളമാണ്. താൻ ഇത്രയും ദിവസം എന്തുണ്ടാക്കുമായിരുന്നു? സാർ, കൊന്നത് അവൻ തന്നെയാണ്. പക്ഷെ അതിനുള്ള കാരണം വേറെ എന്തോ. ആ സ്വർണം മുക്കോണ്ടോ എന്ന് മനസ്സിലാക്കാൻ വിനോദ് സാറിന് അധികം പാടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവരാദ്യം വരുന്നത് എന്നെ തേടിയായിരിക്കും. പിന്നാലെ അവൻ വരട്ടെ, നമുക്ക് നോക്കാം.